അസ്സലാമു അലൈക്കും. 8ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ലഫ്ലുൻ ലഹു മാനൻ മുസ്തഖിലുൻ വല യദുല്ലു അലാ സമാനിൻ. സ്വന്തമായിട്ട് അർത്ഥമുണ്ട്, പക്ഷെ ഒരു കാലത്തിൻ്റെ മേലെ അറിയിക്കാത്തത് എന്താണെന്നാണ്. അപ്പോൾ എക്സാമ്പിൾ കുർസി, കസാര. കസാര എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അർത്ഥമുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, കസാരയിൽ നമ്മൾ ഇരിക്കുന്നു, ഇരിക്കും, അങ്ങനെയൊക്കെ വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് മീനിങ് വരിക. അപ്പോൾ അത് ഇസ്മാണ്. സ്വന്തമായിട്ട് അർത്ഥമുള്ളതും മറ്റൊന്നിൻ്റെ മേലെ അറിയിക്കാത്തതും ഒരു കാലത്തിൻ്റെ മേലെ അറിയിക്കാത്തതും അത് ഇസ്മാണ്. രണ്ടാമത്തേത് ലഫ്ലുൻ ലഹു മാനൻ മുസ്തഖിലുൻ വ യദുല്ലു അലാ സമാനിൻ. സ്വന്തമായിട്ട് അർത്ഥമുള്ളതും ഒരു കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നതും ഇത് ഫെയിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സഹബ, പോയി എന്നാണ് അർത്ഥം. എന്നാൽ അത് ഇന്നലെ പോയതാണ് സഹബ, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ യദ്ഹബുവാണ്, നാളെ പോകുന്നതാണെങ്കിൽ സയദ്ഹബു എന്നാണ്. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു, അതിൽ മാറ്റങ്ങൾ വന്നു, അപ്പോൾ അത് ഫെയിലാണ്. അടുത്തത് യാ അഹി ഹൽ ഡാഷ് ഇലൽ ബുർജി. സഹോദര നീ ബുർജിലേക്ക് നോക്കുന്നില്ല എന്നാണ്. ഇവിടെ അഹി എന്ന് പറഞ്ഞാൽ ഒരാളാണ്. പിന്നെ യാ അഹി എന്ന് പറഞ്ഞാൽ സഹോദര എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നിലുള്ള ആളോടാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. എടോ അല്ലെങ്കിൽ എടി അല്ലെങ്കിൽ അനിയത്തി, അനിയ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള ആളോടാണ് നമ്മളത് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആദ്യത്തെ ആറല്ല സർഫാക്കുന്നതിൽ രണ്ടാമത്തെ ആറായിരിക്കും വരിക, അൻത അൻറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അഹി, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് നീ എന്നുള്ളൊരു വേർഡ് ഇതിലുണ്ടോ നോക്കുക, അൻത. ഓക്കെ, അപ്പോൾ നസർത്തി അല്ല, ഗേളല്ല. മനാന, ഹർജ് തുന്ന, തൊലാത്ത്, ഹർജു, ഇതൊന്നും ഇതിൽ വരില്ല. ആൻസർ നലർത്ത എന്നാണ്. നീ 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 എന്ന് വരുന്ന സാധനം. ഹൽ നലർത്ത, നീ നോക്കിയില്ലേ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. നെക്സ്റ്റ് യാ മായാസറ നിസാ. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഉണ്ട്, 3+ ഗേൾസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നലർത്ത അല്ല, മനാനല്ല, തൊലാത്തല്ല, നസർത്തി അല്ല. പിന്നെ ഇതിൽ ബാലൻസ് ഉള്ളത് ഹർജ് തുന്നയും ഹർജുവാണ്. ഹർജു എന്ന് പറഞ്ഞത് ബോയ്സിന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഹർജ് തുന്നയാണ്. അടുത്തത് യാ തിൽമീദാനി, 2 കുട്ടികളെ. അപ്പോൾ ഇതിൽ പിന്നെ 2 കുട്ടികളെ. ഹൽ ഡാഷ് സൂറത്തുൽ യാസീൻ, നിങ്ങൾ സൂറത്തുൽ യാസീൻ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 2 അപ്പോൾ ഇതിൽ ഹർജ് തുന്ന 3, മക്കസ്ത് 3, നലർത്ത 1, നസർത്തി 1. റഫ എന്നുള്ളതും കറത്തുമ എന്നുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് മുന്നിലുള്ള ആളുകളാണ്. അപ്പോൾ അൻത അൻതുമ എന്നാണ് വരിക. അപ്പോൾ നമ്മൾ സർഫാക്കുമ്പോൾ കറത്തുമ, ഇതാണ് ആൻസർ. നെക്സ്റ്റ് അഷംസു തൊലാത്ത്. ഷംസ ഇവിടെ വന്നാലും തൊലാത്താണ്, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ഇതൊക്കെ ഞാൻ ഒരു വട്ടം ചെയ്തതാട്ടോ, ഞാനത് രണ്ടാമത് വീഡിയോക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഫെയിലുൻ യദുല്ലു അലാ വുഖൂഇ അംരിൻ ഫി സമനിൽ മാലിയായ കാലത്ത് സംഭവിച്ച പ്രവർത്തിക്ക്, അഥവാ ഇന്നലെ സംഭവിച്ച അല്ലെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾക്കാണ് ഫെയിലു മാലി എന്ന് പറയാം. ഓക്കെ, പിന്നെ ലഫ്ലുൻ മുഫീദൻ ഫായിദൻ യുഹ്സനു സുഖൂത്ത് അലിഹ. പൂർണ്ണമായ അർത്ഥം തരുന്നതും നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടതോ പൂർണ്ണമായ അർത്ഥം തരുന്നതും ഒരു മുഴുവൻ സെൻറ്റൻസിന് എന്തെന്ന് പറയാം, കലാം എന്ന് പറയാം. അപ്പം പിന്നെ ഞാൻ രാവിലെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ആര് പോയി? ഞാനാണ് പോയത്. എവിടേക്കാണ് പോയത്? സ്കൂളിലേക്കാണ് പോയത്. എപ്പോഴാണ് പോയത്? രാവിലെ പോയത്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് അർത്ഥം കിട്ടുന്നതാണ്, അതിനാണ് കലാമെന്ന് പറയാം. പിന്നെ യാ ബിൻതി ഹൽ ഡാഷ് ഉമ്മക്കി. അവിടെയും നമ്മൾ മുന്നിലുള്ള ആളോട് ചോദിക്കുന്നു, മോളെ നീ ഉമ്മയെ സഹായിക്കാറുണ്ടോ? അല്ലെ അപ്പുറത്തുള്ളവളെ നമ്മൾ മോളേന്ന് വിളിക്കില്ലല്ലോ. മോളെ നീ ഉമ്മയെ സഹായിക്കാറുണ്ടോ? അപ്പോൾ ഇവിടെ വരുന്നത് നസോർത്തിയാണ്. ഓക്കെ, ഹൽ നസോർത്തി അൻറ്റി ലമീർ. നെക്സ്റ്റ് പിന്നെ നമ്മൾ ലമീർ കണ്ടെത്താനാണ് ജലസ, ഇരുന്നു. ആരിരുന്നു? നീ ഇരുന്നു എന്നല്ല, അവൻ ഇരുന്നു എന്നാണ് പോവുക. നസോർത്തി സ്വാഭാവികമായിട്ടും അൻറ്റി തന്നെയാണ്. ഫാലത്ത് എന്ന് പറഞ്ഞാൽ ഹി ആണ് വരിക, ഗേളാണ്. നളർത്ത നളറ എന്നാണ് വരിക. ഓക്കെ, സിമ്പിളാണ്. പിന്നെ ലഫ്ലുൻ ലഹു മാനൻ മുസ്തഖിലുൻ വല യദുല്ലു അലാ സമാനിൻ, അത് ഇസ്മനാണ്. പിന്നെ ഇനി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ലഫ്ലുൻ ലഹു മാനൻ മുസ്തഖിലുൻ. സ്വന്തമായിട്ട് അർത്ഥമില്ലാത്തതും ഒരു കാലത്തിൻ്റെ മേലെ അറിയിക്കാത്തതുമാണെങ്കിൽ അത് ഹർഫു ആണ് കേട്ടോ. സ്വന്തമായിട്ട് അർത്ഥമില്ലാത്തതും ഒരു കാലത്തിൻ്റെ മേലെ അറിയിക്കാത്തതും ഒക്കെ ഇല്ലാത്തതാണ്. കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നുമില്ല, സ്വന്തമായിട്ട് അർത്ഥമില്ല, അത് ഹർഫാണ്. സ്വന്തമായിട്ട് അർത്ഥമുണ്ട്, ഒരു കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നില്ലെങ്കിൽ ഇസ്മാണ്. സ്വന്തമായിട്ട് അർത്ഥമുണ്ട്, ഒരു കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നുണ്ടെങ്കിൽ അത് ഫെയിലുമാണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. പിന്നെ യാ ബിൻതി, മോളെ. ഹൽ നേരത്തെ പറഞ്ഞ തന്നെ നസർത്തി. പിന്നെ അൽഫാദുൽ ലുഗത്തിൽ അറബിയ. അറബിയിൽ 3 ലഫ്ലുകളാണുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ അറബിക്കിലെ വാക്കുകളെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കാൻ കഴിയും. ഒന്ന് ഇസ്മാണ്, ഒന്ന് ഫെയിലാണ്, ഒന്ന് ഹർഫാണ്. ഓക്കെ, 3. പിന്നെ ഫാൽത്തുന്ന അതിൻ്റെ തർക്കീബ് എഴുതാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലഫ്ല് എഴുതാനാണ്. സിമ്പിളാണ്. ഫാൽത്തുന്ന എന്ന് പറഞ്ഞാൽ പിന്നെ മുഅന്നസാണ്, അഥവാ നമ്മൾ ആദ്യത്തെ ആറിലല്ല, രണ്ടാമത്തെ ആറിൽ ലാസ്റ്റത്തെ വേർഡാണ്, ഗേളിൻ്റെ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജമ്മു മുദക്കറല്ല, അപ്പോൾ ഉറപ്പായി. പിന്നെ മുഅന്നസാണ്, മുഅന്നസിൽ ലാസ്റ്റത്തേതായതുകൊണ്ട് ഹാദിറാണ്. ഓക്കെ, ഫീലാണ്, സംശയമൊന്നുമില്ല. പിന്നെ നോക്കേണ്ടത് ഫാൽത്തുന്ന. അപ്പോൾ ഇതിൽ മഅറൂഫ് മജ്ഹൂലാണ് വ്യത്യസ്തമാക്കിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ മുസ്ബത്തും മംഫിയും വരാറുണ്ട്. ഓക്കെ, മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അലാമത്തുകളൊന്നും ഇല്ലാത്തത്. ഇപ്പോൾ മാവോ ലാവോ ഇല്ലാത്തതാണ് മുസ്ബത്ത്. മാവും ലാവും വന്നാൽ മംഫിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ്, മജ്ഹൂലല്ല, ഇത് മഅറൂഫാണ്. ഓക്കെ, പ്രോപ്പർ ചാനലിലാണ് ഇത് വന്നിട്ടുള്ളത്. ഫൊയിൽത്തുന നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, മാറ്റായിരുന്നു. മജ്ഹൂലാണ്. ഇത് ഫാൽത്തുന ആയതുകൊണ്ട് മഅറൂഫാണ്. ഓക്കെ, അതുനാനി ലവി, കുട്ടികളെ കളി വിനോദങ്ങളെ തൊട്ട് വിരോധിച്ചു എന്നാണ്. അന്യസാവ് സ്ത്രീകൾ, ഗേളാണ്. ജംഉ ആണ്, 3+ ആണ്, കുറേ സ്ത്രീകളാണ്. അപ്പോൾ ഇതെന്താ വരുന്നത്? ഔലാദു ഹുന്ന. ഔലാദു ഹുന്ന, ഇവിടെ ഒരു ഹുന്ന വന്നു. അപ്പോൾ ഇത് ആദ്യത്തെ 6 ഹുവ വരുന്ന ബാച്ചിലുള്ളതാണ്.
അപ്പോൾ തൊല പറ്റൂല, നദർത്ത് പറ്റൂല, ഖറജത്തുന്ന പറ്റൂല, ഇല്ല. ഓക്കെ, നസർത്തി പറ്റൂല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 3 ജംകളുള്ളത് ഖറജു, അത് ബോയ്സിൻ്റെ ആണ്. പിന്നെ ഇതാണുള്ളത് മനാ മനാ മനവും മനാത്ത് മനാത്ത മനാന. അപ്പോൾ ഇത് ഹുന്ന വരുന്നതുകൊണ്ട് മനാനയാണ് ആൻസർ. ഖറജത്തുന്ന പിന്നെ ഓക്കെ, ആൻസർ മനാനയാണ്. ഇതാ ദുക്കറൽ ഫായിലു മാൽ ഫീലി, ഒരു ഫീലിൻ്റെ കൂടെ ഫായിൽ പറഞ്ഞാൽ അതിന് എന്തെന്ന് പറയും? ഇതാ ദുക്കറൽ ഫായിലു മാൽ ഫീലി, ഒരു ഫീലിൻ്റെ കൂടെ ഫായിൽ പറഞ്ഞാൽ അതിന് മാറൂഫായ ഫീൽ. ഓക്കെ, മാറൂഫായ ഫീൽ. എക്സാമ്പിൾ സഹബ മുഹമ്മദുൻ, മുഹമ്മദ് പോയി. അപ്പോൾ സഹബ പോയി, ആര് പോയി? മുഹമ്മദ് പോയി. അപ്പോൾ പോകുന്ന ആളെ പേരും കൂടെ ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇത് ഫായിലിൻ്റെ കൂടെ ഫീൽ പറഞ്ഞാൽ അതിന് മാറൂഫ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഫാൽത്തു എന്നുള്ളതിൻ്റെ അൽഫാൽ എഴുതാൻ പറഞ്ഞാൽ ഫാലു ഫാലത്ത് ഫാൽത്തുമ ഫാൽത്തുന്ന ഫാൽത്തു അവസാനത്തെ 2 പെട്ടാണ്. ഓക്കെ, അപ്പോൾ മുത്തക്കല്ലിമാണ്. വാഹിദുമാണ്, ആ 2 ഒന്നാമത്താണ്. ഫാൽത്ത് ഫാലിന എന്നാണ്. അപ്പോൾ അതിൽ വാഹിദാണ്. ഫീലു മാലിയാണ്. അപ്പോൾ ഇത് പറ്റി. ഇപ്പോൾ ബാക്കി 3 ഉണ്ട്. ഫാൽത്തു എന്ന് പറഞ്ഞാൽ മജ്ഹൂലല്ല. ഓക്കെ, അപ്പോൾ ഇത് പോയി. പിന്നെ മംഫിയും അല്ല. അപ്പോൾ 3ാമത്താണ് ആൻസർ. പിന്നെ വസൽന നേരത്തെ പറഞ്ഞത് 1ാമത്താണെങ്കിൽ ഇത് ലാസ്റ്റിലെ 2-ൽ 2ാമത്താണ് സർഫാക്കുന്നതിൽ. അപ്പോൾ എന്താണ്? ജം ആണ് മാലിയാണ്. ഓക്കെ, ഇവിടെ മുലാരിയാവുന്നത് കട്ട്. വസൽന എന്നുള്ളത് മജ്ഹൂലല്ല, കട്ട്. പിന്നെ ഇതും മജ്ഹൂല വന്ന് മാറൂഫാണ്. ഓക്കെ, ഇബ്രാഹിം ഇസ്മായിൽ. അടുത്ത ചോദ്യം, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഖവായിദൽ ബൈത്തി പരിശുദ്ധ കഅബാലയത്തിൻ്റെ കില്ല ഉയർത്തി എന്നാണ്. ഓക്കെ, അവർ ഉയർത്തി എന്നാണ്. അവരാണ്, നീയല്ല, അവരാണ്. അപ്പോൾ എന്താ വരിക? അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക, സർഫാക്കി നോക്കുക. അപ്പോൾ ആദ്യത്തെ 6-ലാണ് അത് വരിക. അപ്പോൾ എങ്ങനെ പറയാം? അപ്പോൾ നമ്മളിതിൽ റഫാ എന്നുള്ളതാണ് വരിക. റഫാ അവർ 2 പേര് ഉയർത്തി എന്നുള്ളതാണ് വരിക. ഓക്കെ, ഖറജത്തുന്നല്ല, മക്കസ്തുമല്ല, നദർത്തല്ല, നസർത്തിയല്ല. ഖറഅത്തുമ റഫയാണ് വരിക. ഖറഅത്തുമ വരണമെങ്കിൽ അത് ഹാദിറിൽ പോകണം. അപ്പോൾ റഫാ എന്നുള്ളതാണ് ആൻസർ. പിന്നെ ലെഫ്റ്റും ലൈസലും മാനൻ നേരത്തെ വന്നതന്നെ ഹർഫ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ള ഞാൻ ഒരു സിമ്പിളായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ക്ലാസ് കേട്ട് നോക്കുക, പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും.